ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ റീഡിംഗ് കോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോഹിതിനെ കുറിച്ചാണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ലൈനാണ് ഇവിടെ കണ്ടോ, ടു ഹെൽപ്പ് ഹിസ് മദർ. ടു ഹെൽപ്പ് ഹിസ് മദർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ടൂവിന് ശേഷം വെർബാണ് വരുന്നതെങ്കിൽ അവിടെ ടൂവിൻ്റെ മീനിങ് എന്താണ്? വേണ്ടി എന്നാണ്. അപ്പൊ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാലോ സഹായിക്കാൻ വേണ്ടി. ആരെ? അവന്റെ അമ്മയെ. ടു ഹെൽപ്പ് ഹീസ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി എന്നായി. അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി മോഹിത് വെന്റ്. മോഹിത് പോയി. എവിടേക്ക്? ടു ലേക്ക്. ഓർമ്മണ്ടോ? ടു ലേക്ക്. ടുവിന് ശേഷം പ്ലേസ് വന്നാലോ, സ്ഥലം വന്നാൽ ലേക്ക് എന്നാണ് മീനിങ്. ഓക്കെ, എവിടെയൊക്കെ പോയത്? ദ ഷോപ്പ്, കടയിലേക്ക്. ആഫ്റ്റർ, ശേഷം. സ്കൂൾ, സ്കൂളിന് ശേഷം. ഇപ്പോൾ ഏകദേശം ഈ സെന്റൻസിന്റെ മീനിങ് വന്നില്ലേ? എന്താണ്? സ്കൂളിന് ശേഷം മോഹിത് അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി എന്നായി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഇവിടെ കണ്ടോ, ഹി, അവൻ, ബ്രോട്ട്, കൊണ്ടുവന്നു. ബ്രിങ്, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്. അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? ബ്രോട്ട്, കൊണ്ടുവന്നു. ഹി ബ്രോട്ട്, അവൻ കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? സം, കുറച്ച്, ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക്. കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ മിൽക്ക്. ഫ്രൂട്ട്സ്, മിൽക്ക് അറിയാലോ. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ മിൽക്കും അവൻ കൊണ്ടുവന്നു എന്നായി. എവിടെ നിന്നറിയോ? ഇവിടെ കണ്ടോ, ഫ്രം ദ ഷോപ്പ്. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ദ ഷോപ്പ് എന്നാണല്ലോ കട. അപ്പൊ കടയിൽ നിന്ന് അല്ലേ? എന്നാണ് കടയിൽ നിന്ന്. അപ്പൊ കടയിൽ നിന്ന് അവൻ കുറച്ച് ഫ്രൂട്ട്സും മിൽക്കും കൊണ്ടുവന്നു എന്നായി. ഓക്കെ, അപ്പൊ എങ്ങനെ കൊണ്ടുവന്ന് അറിയോ? ഇവിടെ കണ്ടോ, ഇൻ എ സ്മോൾ ബാഗ്. ഒരു ചെറിയ ബാഗിൽ. ഒരു ചെറിയ ബാഗിൽ. അപ്പോ ഈ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ് വന്നു. എന്താണ്? ഒരു ചെറിയ ബാഗിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ മിൽക്കും അവൻ കടയിൽ നിന്ന് കൊണ്ടുവന്നു എന്നായി. ക്ലിയർ? ഇതുപോലെ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ നല്ല ക്ഷമയോട് കൂടി ഒരുപാട് വായിക്കണം. അങ്ങനെ ഒരുപാട് വായിക്കുമ്പോൾ സെന്റൻസിന്റെ മീനിങ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരും. ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസിലേക്ക് കടക്കാം. ഇവിടെ കണ്ടോ, ദ സ്ട്രീറ്റ്സ് എന്നാണ്. ദ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകൾ. എന്താണ്? തെരുവുകൾ. തെരുവുകൾ വേർ. വേർ എന്ന് പറഞ്ഞാലോ ആയിരുന്നു. അപ്പോ ദ സ്ട്രീറ്റ്സ് വേർ എന്ന് പറഞ്ഞാലോ തെരുവുകൾ ആയിരുന്നു. തെരുവുകൾ ആയിരുന്നു. എന്തായിരുന്നു അറിയോ? ക്രൗഡഡ്, തിരക്കേറിയതായിരുന്നു. ആളുകളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് എന്താണ്? തെരുവുകളൊക്കെ തിരക്കായിരുന്നു. ജനങ്ങൾ ഒഴുകി വരല്ലേ ആളുകൾ. അടുത്താണ് ഇവിടെ കണ്ടോ, ആസ്. ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്ന് മാത്രമല്ല മീനിങ് ഉള്ളത്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആസിന് കാരണം ബിക്കോസ് എന്നുള്ള മീനിങ് ഉണ്ട്. അതെപ്പോഴാണെന്ന് അറിയോ? രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ആസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ആസിന്റെ മീനിങ് എന്താണ്? ബിക്കോസ്. ബിക്കോസ് എന്നാണ്. ബിക്കോസ്. ഇവിടെ കണ്ടോ, ദ സ്ട്രീറ്റ്സ് വേർ ക്രൗഡഡ് അല്ലേ? ഒരു ചെറിയ സെന്റൻസ്. അതിനുശേഷം ആസ് വന്നു. ആസിന് ശേഷം വേണ്ട വീണ്ടും സെന്റൻസ് ആണ്. പീപ്പിൾ വേർ റിട്ടേണിങ് സെന്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇവിടെ എന്താണ് ആസ്? കാരണം. കാരണം എന്ത് കാരണം? ഇവിടെ കണ്ടോ, തെരുവുകളൊക്കെ അല്ലേ? തെരുവുകൾ എന്തായിരുന്നു? തിരക്കേറിയതായിരുന്നു. കാരണം പീപ്പിൾ, ജനങ്ങൾ, വേർ ആയിരുന്നു, റിട്ടേണിങ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരികെ പോവുക. തിരികെ പോവുക എന്നായി. ഹോം, വീട്ടിലേക്ക്. എന്നുവെച്ചാൽ കാരണം ആളുകൾ വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നായി. ആളുകൾ വീട്ടിലേക്ക് തിരികെ അല്ലെങ്കിൽ തിരിച്ചു പോവുകയായിരുന്നു. ഫ്രം വർക്ക്, ജോലിയിൽ നിന്ന്. എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ആ കാരണത്താലാണ് തെരുവുകളും റോഡുകളൊക്കെ എന്തായത് ബിസിയായത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇത് നമ്മൾ പലപ്പോഴും അല്ലേ കാണാറില്ലേ? ഓൾദോ, ഓൾദോ, ഓൾദോ. എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഒക്കെ പഠിച്ചുതരാം. ഇവിടെ കണ്ടോ, ഓൾദോ. ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നിട്ട് പോലും. ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പോലും
അല്ലെങ്കിൽ എന്നിരുന്നാലും. ഇനി ഇത് എങ്ങനെ മീനിങ് വെക്കുക എന്ന് വെച്ചാൽ ഈ ഓൾദോ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ അത് ആദ്യം പറയാം. എങ്ങനെയാണെന്നറിയോ? ഇതോടെ കിടക്കട്ടെ, ഓൾദോ ഇവിടെ കിടക്കട്ടെ. ഞാൻ പറയാം മോഹിത് വാസ്, മോഹിത് ആയിരുന്നു ആണല്ലോ, മോഹിത് ആയിരുന്നു. എന്തായിരുന്നു അറിയോ? ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ. അപ്പൊ മോഹിത് എന്തായിരുന്നു? ടയേർഡ് ആയിരുന്നു. എന്നിട്ട് എന്താ പറയാ? ഓൾദോന്റെ മീനിങ് പറയാം. മോഹിത് ടയേർഡ് ആയിരുന്നു എന്നിട്ട് പോലും. മോഹിത് ടയേർഡ് ആയിരുന്നു, ക്ഷീണിതനായിരുന്നു എന്നിട്ട് പോലും. ഇപ്പൊ ഓക്കെ അല്ലേ? എല്ലാം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം. മോഹിത് ടയേർഡ് ആയിട്ട് പോലും, മോഹിത് ടയേർഡ് ആയിട്ട് പോലും. ഹീ വോക്ക്ഡ്, അവൻ നടന്നു ക്വിക്ലി, വേഗത്തിൽ. അപ്പൊ മീനിങ് ഓക്കെ. മോഹിത് ടയേർഡ് ആയിട്ട് പോലും വേഗത്തിൽ നടന്നു എന്നായി. ഓക്കെ അല്ലേ? ഇനി അടുത്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ്, വാക്യമാണ്. ടു ബി ഓണസ്റ്റ്. നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, അതുപോലെ കേൾക്കാറുണ്ട്. ടു ബി ഓണസ്റ്റ്. പക്ഷെ ഇത് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. ഓക്കെ, ഞാൻ പറയാണ് ടു ബി ഓണസ്റ്റ്. ഇത് ഈ 3 വേർഡ്സുകൾ അടങ്ങുന്ന ഒരൊറ്റ സെറ്റാണിത്. ഇതിങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ടു ബി ഓണസ്റ്റ്. ഇതിനർത്ഥമാണ് സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എടാ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ടു ബി ഓണസ്റ്റ്, ഐ ഹാവ് നത്തിങ്. അതൊരു മീനിങ് ആണ്. ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞാൽ. ഹീ വാണ്ടഡ് ടു റെസ്റ്റ് എന്നാണ്. റെസ്റ്റ് വിശ്രമിക്കുക എന്നാണ്. ഇവിടെ കണ്ടോ, ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാണ്. നമ്മൾ പറയാറില്ലേ, ഐ വോണ്ട് ടു ഗോ, എനിക്ക് പോകണം എന്നുവെച്ചാൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറില്ല, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു പറയാറുണ്ടോ? ഐ വോണ്ട് ടു ഗോ ദെയർ, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ടോ? അതിന് നമ്മൾ ഇങ്ങനെയാണ് പറയാ, എന്ത്? ഐ വോണ്ട് ടു ഗോ ദെയർ, എനിക്കവിടെ പോകണം. അപ്പൊ ഐ വോണ്ട് പാസ് ആണെങ്കിലോ, ഐ വോണ്ടഡ് ടു ഗോ ദെയർ, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാറില്ല. അങ്ങനെ പറഞ്ഞു, എനിക്കവിടെ പോകണമായിരുന്നു എന്നായി. അപ്പൊ അതുപോലെ എന്തായി? ഹീ വോണ്ടഡ് ടു റെസ്റ്റ്, അവന് വിശ്രമിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ വിശ്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നായി. എവിടെ നിന്നറിയോ? അറ്റ് ഹോം, വീട്ടിൽ. അപ്പൊ അവന് വീട്ടിൽ വിശ്രമിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ വീട്ടിൽ വിശ്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നായി. ഇനി അടുത്താണ് ഓൺ ദ വേ, വഴിയിൽ വെച്ച്, അല്ലെങ്കിൽ വഴിയിൽ എന്തുണ്ടായെന്ന് പറയോ? ഹീ സോ, അവൻ കണ്ടു, വഴിയിൽ അവൻ കണ്ടു. എന്ത് കണ്ടു? ആൻ ഓൾഡ് മാൻ, ഒരു വയസ്സായ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വയസ്സായ മനുഷ്യനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ? ഹു വന്നു. ഹു ആരാ? അദ്ദേഹം, അല്ലെങ്കിൽ അയാൾ. ഇവിടെ ഹൂവിൻ്റെ മീനിങ് ആണ് അയാൾ അല്ലെങ്കിൽ അദ്ദേഹം. ഇവിടെ പറയാണ് ഇയാളെ കുറിച്ച്. ആരെ? ആ ഒരു വയസ്സായ മനുഷ്യനല്ലോ, അയാളെ കുറിച്ച്. അയാൾ എന്തൊക്കെയാണെന്ന് പറയുക? അയാൾ ആയിരുന്നു വാസ് കളക്ടിങ്, അയാൾ ശേഖരിക്കുകയായിരുന്നു. ഇവിടെ വാസ് കണ്ടോ? അയാൾ ശേഖരിക്കുകയായിരുന്നു. എന്ത് ശേഖരിക്കുകയായിരുന്നു അറിയോ? ഫോളൻ പേപ്പേഴ്സ്. ഫോളൻ എന്ന് പറഞ്ഞാൽ വീണ, നിലത്തി വീണ പേപ്പേഴ്സ്. അപ്പോൾ എന്താണ്? മോഹിത്. ഓക്കെ, മോഹിത് ആരെ കണ്ടെന്ന് അറിയോ? ഒരു വയസ്സായ വ്യക്തിയെ കണ്ടു, മനുഷ്യനെ കണ്ടു. അപ്പൊ അയാൾ എന്ത് ചെയ്യായിരുന്നു അറിയോ? അയാൾ നിലത്ത് വീണ പേപ്പേഴ്സ് എന്ത് ചെയ്യായിരുന്നു? ശേഖരിക്കുകയായിരുന്നു എന്നായി. മോഹിത് നിന്നു. കാരണം വഴിയിൽ വെച്ച് കാണല്ലേ, വഴിയിൽ വെച്ച് ഒരു വയസ്സായ മനുഷ്യൻ കാണാണ് അല്ലേ? അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം വീണ പേപ്പേഴ്സ് എന്ത് ചെയ്യായിരുന്നു? ശേഖരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തായി? നിന്നോളെ നിന്നു. എന്തിനാ സ്റ്റോപ്പ് ചെയ്തു? ടു ഹെൽപ്പ് ഹിം, അവനെ അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ വേണ്ടി എന്താണ്? മോഹിത് നിന്നു, സ്റ്റോപ്പ് ചെയ്തു. മോഹിത് സ്റ്റോപ്ഡ് ടു ഹെൽപ്പ് ഹിം. ഇവിടെ കണ്ടോ? മോഹിത് നിന്നു. എന്തിന്? ടു ഹെൽപ്പ് ഹിം, അയാളെ സഹായിക്കാൻ വേണ്ടി മോഹിത് നിന്നു.
ബട്ട് പക്ഷേ ബൈ ദെൻ അപ്പോഴേക്കും, ബൈ ദെൻ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും, പക്ഷെ അപ്പോഴേക്കും എന്തോ ഒന്ന് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ടു ബി ഓണസ്റ്റ് സത്യം പറഞ്ഞാൽ, അതുപോലെ ബട്ട് ബൈ ദെൻ പക്ഷെ അപ്പോഴേക്കും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ്, വാക്യങ്ങളാണ്. ഇതിൻ്റെ മീനിങ് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ വായിച്ചാൽ മനസ്സിലാകൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിലുണ്ട്, പേജ് നമ്പർ 20. ഓക്കെ, അപ്പം എന്തായി? പക്ഷെ അപ്പോഴേക്കും എന്താ വെച്ച് പറയാമോ? ദ വിൻഡ്, വിൻഡ് എന്നാൽ കാറ്റ്, ഹാഡ് ബ്ലോൺ എന്നാണ്, ഹാഡ് ബ്ലോൺ എന്ന് പറഞ്ഞാൽ വീശി പറത്തിയിരുന്നു. ഈ ഇതല്ല ബ്ലോ, BLOW, ബ്ലോ എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് ബ്ലോൺ. ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതുക, ബ്ലോ. അതുപോലെ ഇതിൻ്റെ മറ്റൊരു മീനിങ് ആണ് വീശുക. നമ്മൾ കാറ്റ് വീശൂല, വീശുക. അതുപോലെ ഇങ്ങനെയും പറയാറുണ്ട്, കാറ്റ് വീശി പറത്തുക എന്നൊക്കെ മീനിങ് ഉണ്ടോ. അപ്പോൾ എന്താ ഇവിടെ കണ്ടോ, ദ വിൻഡ് ഹാഡ് ബ്ലോൺ സം പേപ്പേഴ്സ്. കാറ്റ് എന്ത് ചെയ്തോ, കാറ്റ് കുറച്ച് പേപ്പേഴ്സുകൾ എന്ത് ചെയ്തോ, വീശി പറത്തിക്കളഞ്ഞു. വീശി പറത്തിന്നായി എവിടേക്ക് പറയോ, എക്രോസ്, മറുവശത്തേക്ക്. എന്തിൻ്റെ? ദ റോഡ്. എക്രോസ് എന്ന് പറഞ്ഞാൽ മറുവശം. അപ്പം എന്തായി? റോഡിൻ്റെ മറുവശത്തേക്ക് കാറ്റ് ചെയ്തു, കാറ്റ് കുറച്ച് പേപ്പേഴ്സ് വീശി പറത്തിന്നായി. മോഹിത് പാവം ആ ഒരു വയസ്സായ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ അപ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചു. കാറ്റ് വന്നു, കുറച്ച് പേപ്പേഴ്സ് എന്തായി, റോഡിൻ്റെ മറുവശത്തെത്തി. എങ്ങനെ? കാറ്റ് വീശി പുറത്തി കളഞ്ഞു എന്നാണ് ഇതിൻ്റെ മീനിങ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്താണ് ഈവൻ. ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈവൻ എന്ന് പറഞ്ഞാൽ വരെ അല്ലെങ്കിൽ പോലും. എന്ത് വരെ? നമ്മൾ പറയാറില്ലേ, അവൻ വരെ പാട്ട് പാടും, ഞാൻ വരെ പാട്ട് പാടും, പിന്നെന്താ ഞാൻ പോലും പാട്ട് പാടും, അല്ലെങ്കിൽ അവൻ പോലും പാട്ട് പാടും. ചെസ്സ് അവള് വരെ ചെസ്സ് കളിക്കും, അവൻ പോലും ചെസ്സ് കളിക്കും പറയല്ലേ, ആ ഒരു വരെ അല്ലെങ്കിൽ പോലും എന്നാണ് ഈവൻ. ഇവിടെ ഉണ്ടോ, ഈവൻ സം സ്ട്രേഞ്ചേഴ്സ് കേട്ടോ. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാലോ അപരിചിതർ. എന്താണ്? അപരിചിതർ. അപ്പോൾ കുറച്ച് അപരിചിതർ പോലും ജോയിൻഡ്, ചേർന്നു, ടു ഹെൽപ്പ്. അപ്പോൾ സഹായിക്കാൻ വേണ്ടി കുറച്ച് അപരിചിതർ വരെ ചേർന്നു എന്നായി, കൂടെ കൂടി എന്നർത്ഥമാണ്. ഇനി അടുത്താണ് ദി ഓൾഡ് മാൻ, ആ വയസ്സായ മനുഷ്യൻ താങ്ക്ഡ് നന്ദി പറഞ്ഞു. ആരോട്? മോഹിത്. ആ വയസ്സായ മനുഷ്യൻ മോഹിതിനോട് നന്ദി പറഞ്ഞു. എങ്ങനെയാണെന്ന് പറയുക? വാംലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹപൂർവം അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്ന് പറയല്ലേ, ഹൃദയപൂർവ്വം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത്? ആ വയസ്സനായ മനുഷ്യൻ മോഹിതിനോട് സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ഓക്കെ, ആൻഡ് അതുപോലെ മോഹിത് ഫെൽറ്റ്, മോഹിതിന് തോന്നി. എന്തോന്ന് പറയോ? ഹാപ്പി. മോഹിതിന് സന്തോഷം തോന്നി. ബിക്കോസ് ഓഫ് ഇതാണോ? ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ഒരു ഇത് കിട്ടില്ല അല്ലേ? അതാറുണ്ട് മോനെ, നല്ല ഇഷ്ടം പോലെ മിസ്റ്റേക്ക്, ആക്ഷൻ കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത്? ആ വയസ്സായ വ്യക്തി മോഹിതിനോട് സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ആൻഡ് അതുപോലെ മോഹിത് ഫെൽറ്റ്, മോഹിതിന് തോന്നി. എന്ത് തോന്നിയെന്നറിയോ? ഹാപ്പി. മോഹിതിന് സന്തോഷം തോന്നി. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്താൽ. എന്ത് കാരണത്താൽ എന്നറിയോ? കാരണത്താൽ ഹിസ് സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് കാരുണ്യ. അപ്പോൾ ആക്ട് ഓഫ് ഇവിടെ ഉണ്ടോ? ആക്ട് ഓഫ് കൈൻഡ്നെസ് കാരുണ്യ പ്രവൃത്തി. അപ്പോൾ അവൻ്റെ ചെറിയ കാരുണ്യ പ്രവൃത്തി കാരണത്താൽ അവന് സന്തോഷം തോന്നിയതായി.
ഫ്രം ദാറ്റ് ഡേ, ഫ്രം ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ മോഹിത് അണ്ടർസ്റ്റുഡ്, മോഹിതിന് മനസ്സിലായി എന്ത് മനസ്സിലായി എന്നറിയോ? ദാറ്റ് എന്താണ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ ന്ന്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ദാറ്റ് എന്ന് അല്ലെങ്കിൽ ന്ന്. ഈ ഒരു മീനിങ് എങ്ങനെ വരുന്നപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഇവിടെ നോക്കാം. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നത് ബ്രിങ്സ് കൊണ്ടുവരുന്നു, എന്ത് വരുന്നു? ട്രൂ യഥാർത്ഥ ഹാപ്പിനെസ്, സന്തോഷം. മറ്റുള്ളവരെ സഹായിക്കുന്നത് യഥാർത്ഥ സന്തോഷം കൊണ്ടുവരുന്നു എന്ന്. എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുന്നത് യഥാർത്ഥ സന്തോഷം കൊണ്ടുവരുന്നു എന്ന് മോഹിതിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതല്ലേ? അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസുകളുണ്ട്, അതുപോലെ വേർഡ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ടു ബി ഓണസ്റ്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ കണ്ടോ? ബട്ട് ബൈ ദെൻ, അതുപോലെ ഓൺ ദ വേ, ഇവിടെ കണ്ടോ? ഓൺ ദ വേ. ഓക്കെ, ഈ ഫ്രേസുകളൊക്കെ ഈ ഫ്രേസുകളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിലുണ്ട്. ഓക്കെ, പേജ് നമ്പർ 20 കാണാൻ കഴിയും. അപ്പോൾ ഇനി നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിവൺ.